ശ്രീ കേണൽ ഡിന്നി നോക്കൂ, ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ലൂർദ് ബാധയെ കണ്ട് കിരീടം നേർന്നുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ പ്രചരണം തുടങ്ങിയത്. അവിടെ വിജയിച്ച് കയറുന്നത് നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാണ്. അവിടെ ആ ക്രിസ്ത്യൻ സമൂഹവും നിങ്ങൾക്കൊപ്പം നിന്നു. അതിൻ്റേതായിരുന്നു തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ ഇന്നലത്തെ ക്രിസ്മസ് കേരളത്തിൽ കടന്നുപോയത് എങ്ങനെയാണ് എന്ന് താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. മതമേലധ്യക്ഷന്മാർക്ക് അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ആ വേളയിൽ പറയേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനം തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയും ചെയ്തു. തിരുവനന്തപുരം ഒരു ലോട്ടറിയാണ്. അതിനപ്പുറം കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരാണ്. അവർ മതനിരപേക്ഷ സമൂഹം ആഗ്രഹിക്കുന്നവരാണ്. അത് നിലനിന്ന് പോകണമെന്ന് കാണുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിങ്ങൾ ഔട്ട്റീച്ചൊക്കെ സംഘടിപ്പിച്ചിട്ട് പിന്നീട് ഔട്ട്റീച്ച് തന്നെ വേണ്ടാന്ന് വെക്കുന്ന, അത് ഫലം കാണാതെ പോകുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനുമേൽ കൂടുതൽ മനക്കോട്ട വേണമോ ആ സാഹചര്യത്തിൽ? നോക്കൂ മാഡം, നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനോട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് നന്നായിട്ട് അറിയാം. അതൊരു ഒരു വർഷമോ 2 വർഷമോ 10 വർഷമോ നമ്മളൊരു ലോങ് ടേം പ്ലാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു അധികാരത്തിലേക്ക് വന്നത്. കേന്ദ്ര ഗവൺമെന്റിലായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളായാലും ശരി. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം അധികാരത്തിലേക്ക് എങ്ങനെയും എത്തുക എന്നുള്ളതല്ല, അത് പതുക്കെ ഇൻക്രിമെന്റൽ ആയിട്ട് മാത്രമേ, അത് ഓർഗാനിക് ആയിട്ട് മാത്രമേ ഗ്രോ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ, ഒരിക്കൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പെർഫോമൻസ് അത് ആരാണ് വിലയിരുത്തുന്നത്? സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതിന് പിന്നീട് മാറ്റം വരാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള തെറ്റിദ്ധാരണ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അടിച്ചുവിടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം, ഈ ഇലക്ഷൻ സമയത്ത്, ഈ ക്രിസ്മസ് സമയത്ത്, ഇനി വരുന്ന അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇതേപോലത്തെ കുറെ ഇഷ്യൂസ് വരും. അത് കഴിഞ്ഞാൽ പിന്നീട് കുറെ നാൾ ഒന്നും കാണത്തില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ, കരോൾ സംഘങ്ങൾക്ക് നേരെയും കേക്ക് ഉണ്ടാക്കുന്നവർക്ക് നേരെയും അതിന്റെ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് നേരെ ആക്രമണം ആ ക്രിസ്മസ് സീസണിലാണ് നടക്കുന്നത്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ചർച്ചയാകുന്നു. ക്രിസ്മസ് ഇല്ലാത്തപ്പോ സാന്താക്ലോസിനൊന്നും ചെയ്യാൻ പറ്റില്ല. സാന്താക്ലോസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. ഒരു കാരണത്താലും ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ആരും തന്നെ ന്യായീകരിക്കാനോ അതിനു വേണ്ടി വാദിക്കാനോ ഇല്ല. ഇത് നടക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എല്ലാവരും. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി ആയാലും ശരി, രാജീവ് ചന്ദ്രശേഖർജി ആയാലും ഞാനായാലും ശരി, നമ്മളെല്ലാവരും പറയുന്ന ഒറ്റ കാര്യം ഇത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിന്റെ ഒരു മറുവശം എന്ന് വെച്ചാൽ, എവിടെ ഇപ്പൊ ഛത്തീസ്ഗഡ്, ഡൽഹി, UP എവിടെ നടന്നാലും അത് നേരെ BJPയുടെ തലയിൽ കൊണ്ട് വെക്കുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സംഘപരിവാർ സംഘടനകളാണ് നടത്തുന്നത്. ആരെങ്കിലും അല്ല. നേതാക്കൾ വരെ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ഇപ്പം ഈ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പം ശ്രീമതി രേണുക കാണിക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്നത്. ഇന്ന് ചർച്ച നടക്കുന്നത് തിരുവനന്തപുരത്തിലെ NDA കുറിച്ചും BJP കുറിച്ചുമാണ്. പക്ഷെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ക്രിസ്മസും അക്രമവും ഛത്തീസ്ഗഡും BJPയും അങ്ങോട്ടാണ്. ക്രിസ്മസ് ആഘോഷിച്ച വ്യക്തിയായിരിക്കുമല്ലോ. കേരളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർ കേരളത്തിൽ നടക്കുന്നതും തിരുവനന്തപുരത്ത് നടക്കുന്നതും മാത്രമേ അറിയാവൂ. അത് മാത്രം അറിഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ലോകത്ത് എവിടെ എന്ത് നടന്നാലും അറിയുന്നവരാണ്, കണ്ണു തുറന്ന് കാണുന്നവരാണ്, വിലയിരുത്തുന്നവരാണ്. അവരത് വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് മാത്രം നോക്കി വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അവർ കേൾക്കില്ലെന്ന്. നിങ്ങൾ മാത്രം സംസാരിച്ചോളൂ. നിങ്ങൾക്ക് മാത്രം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രം സംസാരിച്ചോളൂ. നിങ്ങൾക്ക് വൺ വേ സ്ട്രീറ്റ് ആണെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ. ഞാൻ മിണ്ടാതിരിക്കാം. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ എന്റെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു കേരളം പ്രബുദ്ധരാണ്, കേരളത്തിലെ മനുഷ്യർ പ്രബുദ്ധരാണെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അവിടെയാണ് താങ്കൾ പറയുന്നത് ഇവിടെ ഇവിടുത്തെ കാര്യം സംസാരിക്കുമ്പോൾ എന്തിനാണ് ഛത്തീസ്ഗഡിലെ കാര്യം പറയുന്നതെന്ന്. ഇന്ത്യയുടെ മഹാരാജ്യത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ലോജിക്കില്ലായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ലോജിക്കില്ലായ്മ നിങ്ങൾ പറയുന്നതാണ് ലോജിക്കില്ലായ്മ. ഇന്ന് ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊണ്ടുപോകും. അത് നിങ്ങളുടെ രാഷ്ട്രീയം, അത് നിങ്ങളുടെ രാഷ്ട്രീയം അജണ്ട.
നിങ്ങളുടെ ആ കളേർഡ് ആയിട്ടുള്ള ലെൻസ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലെ പേരിലാണ് ഇത്രയും ഞങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പോലും ഇതേപോലുള്ള നിരന്തരമായിട്ട് BJP-യെ നെഗറ്റീവായിട്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം മേയറായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ട് വന്നത്. നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നതിന് വിപരീതമായിട്ട് നിന്നുകൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതല്ല, രാജ്യത്തെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് കേരളവും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ചർച്ച ചെയ്തത്. അത് മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ ആ വിവരങ്ങൾ തേടുന്നതിന് ജനങ്ങൾക്ക് മറ്റു മാർഗങ്ങളുണ്ട്. ആർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് എന്നെങ്കിലും BJP പ്രതിനിധിക്ക് മനസ്സിലാകുമല്ലോ. മാധ്യമങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും ചില മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചാൽ പോലും ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും. എല്ലാം വിലയിരുത്തും മലയാളികൾ. മോഹൻ വർഗീസ് നോക്കൂ, അഹമ്മദാബാദ് ഒരു ഉദാഹരണം പറയുമ്പോ അഹമ്മദാബാദിൽ അയോധ്യ രാമക്ഷേത്രം വരെ 1987 പ്രചരണ വിഷയമായിരുന്നു. അയോധ്യ വരെ പ്രചരണ വിഷയമാക്കിയാണ് അഹമ്മദാബാദിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് വികസനത്തിലേക്ക് വഴിമാറുകയാണ്. മറ്റു വിഷയങ്ങൾ കേരളത്തിൽ പച്ച പിടിക്കില്ല എന്ന ബോധ്യം BJP-ക്ക് തന്നെ വന്നതാണോ ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലേക്ക് അവരെ എത്തിക്കുന്നത്? BJP വരണ്ടെന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ നിങ്ങൾക്കുള്ളൂ, അതല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ കളേർഡ് വിഷനിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രൊപ്പഗാൻഡ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതാണ് കുഴപ്പം. രേണുക, ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? കേരളം ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ഈ ഗുജറാത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഇവിടെ മതന്യൂനപക്ഷങ്ങൾ വലിയൊരു നമ്പറുണ്ട്. 26% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ, ഏതാണ്ട് 18% നിൽക്കുന്ന ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അപ്പോൾ ഹിന്ദു പോപ്പുലേഷൻ ഒരു മെജോറിറ്റി ആണെങ്കിൽ പോലും അതൊരു സൈസബിൾ മെജോറിറ്റി എന്ന് പറയാനാവില്ല. അതുകൊണ്ടൊരു ഹൈന്ദവ ഒരു റെറ്ററിക്കിൽ നിന്നുകൊണ്ട് മാത്രം വടക്കേ ഇന്ത്യയിലെ ഒരു മോഡലിൽ പറയാനാവില്ല. ഇവിടെ വികസനം പറയേണ്ടതുണ്ട്. അത് കൃത്യമായി വികസന രാഷ്ട്രീയം ചർച്ച ചെയ്തു. വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ലഭിച്ച ഒരു വോട്ട് കൂടിയാണ് BJP കോർപ്പറേഷൻ ലഭിച്ചത്. അപ്പോൾ വിജയത്തെ വിജയമായി തന്നെ നമ്മൾ കാണണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ലഭിച്ച ഇംപ്രൂവ്ഡ് പെർഫോമൻസ് BJP ഉയർത്തിയ വികസന രാഷ്ട്രീയമാണ്. അവിടെ നിന്ന് കാര്യമായ ഒരു ന്യൂനപക്ഷം. തൃശ്ശൂർ വേണമെങ്കിൽ പറയാം, സുരേഷ് ഗോപി ഒരു കിരീടം പിന്നെ ലൂർദ് മാതാവിന് ചാർത്തി എന്നൊക്കെ പറയാം. അതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. അതൊക്കെ ആ ഒരു അതിൻ്റെ ഒരു ലോക്കൽ ഇഫക്റ്റിൽ എടുത്താൽ മതി. പക്ഷെ അവിടെ ഒരു വികസനം തീർച്ചയായും കേരളത്തിലെ BJP ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ നോക്കൂ, ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കേണൽ ഡിന്നിയുമായി വളരെ ചൂടേറിയ ഒരു വാദം ഇവിടെ ഇല്ലേ, ഇത് വാദം പിന്നെ നടന്നത് ഇവിടെ. അത് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. ഞാനൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ വർഷങ്ങളായി ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ അടുത്ത് നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ തലത്തിൽ ക്രിസ്മസ് കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ വീഡിയോ വലിയ രീതിയിലുള്ള ഒരു വീഡിയോ, കാരണം എല്ലാ മൊബൈൽ പെനിട്രേഷൻ വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നും വാജ്പേയി ആഘോഷം മതിയെന്നും പറഞ്ഞത് അവിടുത്തെ സർക്കാരാണ്. അതാത് ഗവൺമെന്റുകളുടെ ഓർഡറാണ്. ആക്രമണങ്ങൾ വിട്ടേക്കും. BJP ഭരിക്കുന്ന ഗവൺമെന്റ് ഓർഡറുകൾ ക്രിസ്മസ് ആഘോഷത്തിനെതിരായി ഈ സർക്കാരിന്റെ ഭാഗത്ത്. ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നോ വ്യക്തികളുടെ ഭാഗത്തു നിന്നോ നടക്കുന്ന ആക്രമണങ്ങൾ ഇവിടെ ഇത് ഹൈന്ദവ BJP എന്ന പാർട്ടി നേരിട്ടല്ല, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ഇങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗത്ത് വ്യക്തികളുടെ ഭാഗത്ത് ആ ആക്രമണങ്ങളെ അപലപിക്കാനും ഈ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും BJP-ക്ക് ഭരണമുള്ളിടത്തെങ്കിലും കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും BJP അതിന്റെ റാമിഫിക്കേഷൻസ് ഇങ്ങനെ അകലെ കേരളത്തിലായിരിക്കണം BJP അനുഭവിക്കുന്നത്. എന്തായാലും ജനങ്ങളെല്ലാം കണ്ടായിരിക്കും വോട്ട് ചെയ്യുക. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വികസനമാണ് BJP പ്രധാന അജണ്ടയാക്കിയിരിക്കുന്നത്. മറ്റ് അജണ്ടകൾ ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യത്തിൽ